എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹവും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവുമായ മലയാറ്റൂർ മല കയറാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. ആദ്യം തന്നെ അടിവാരത്തുനിന്ന് മുത്തപ്പനോട് പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് കയറാൻ സഹായിച്ചേക്കണമെന്ന്. കൂടെയുള്ളവരെല്ലാം നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. ഞാൻ താഴേക്കും മുകളിലോട്ടും നോക്കി. മല കണ്ട് ശരിക്കും ഒന്ന് പേടിച്ചു എന്ന് തന്നെ പറയാം. എന്നെ കൊണ്ട് കയറാൻ സാധിക്കുമോ എന്ന് ഞാൻ വീണ്ടും ഒന്ന് സംശയിച്ചു. വീണ്ടും രണ്ട് കൽപ്പിച്ചു മുമ്പോട്ട് പ്രാർത്ഥനയോടെ, പൊന്നും കുരിശുപ്പ് മുത്തപ്പ പൊന്മല കയറ്റം, എന്നെ ഒന്ന് സഹായിച്ചേക്കണേ, എന്നെ ഒന്ന് കാണാൻ സഹായിക്കണമെന്ന്. ഉരുളൻ കല്ലുകൾക്കിടയിൽ ഈ സാധനം ഇറക്കിക്കൊണ്ടുവരുന്നതാണ് പിന്നെ കണ്ടത്. മുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ താഴത്തോട്ട് കൊണ്ടുവരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു. ഈ ഉരുളൻ കല്ലുകളിൽ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് പേര് കയറുന്നുണ്ട്. എല്ലാവരുടെയും ആദരങ്ങളിൽ പ്രാർത്ഥന മാത്രം. ഓരോ സ്ഥലവും എത്തി കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥനാപൂർവ്വമാണ് ഓരോരുത്തരും കയറുന്നത്. എന്തായാലും എൻ്റെ പ്രാർത്ഥനകൾക്കൊടുവിൽ ഞാൻ മുത്തപ്പൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ കണ്ടത് ഈ കൂറ്റൻ കുരിശാണ്. കോഴിക്കോട് നിന്ന് വന്നേക്കുന്നതാണ്. കുറേ ചേട്ടന്മാർ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നതാണ്. കണ്ടപ്പോൾ വളരെ സന്തോഷം. നേരെ മുത്തപ്പൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒന്നുമില്ല, എന്നെ കയറ്റാൻ ഇവിടം വരെ എത്താൻ സഹായിച്ചതിന് നന്ദി പറഞ്ഞു. പള്ളിയിൽ കയറി. പള്ളിയിൽ പോയി എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. നേരെ അടുത്ത പള്ളിയിലെത്തി. അതാണ് ആന കുത്തിയ പള്ളി. പിന്നെ പുന്നംകുരിശിൻ്റെ അടുത്തേക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേരെ മുത്തപ്പൻ്റെ പാദങ്ങൾ കാണാൻ പോയി. ഇവിടെയാണ് തോമാസ് ലീഹായുടെ കാൽപാദങ്ങൾ ഉള്ള സ്ഥലം എന്നറിയപ്പെടുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക്, തിരിച്ചിറങ്ങുക. കയറുന്നത് എത്ര പാടുണ്ടോ അതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ എന്നാണ് പറയുന്നത്. വീണ്ടും എല്ലാവരുടെയും ആദരങ്ങളിൽ പ്രാർത്ഥന മാത്രം. പൊന്നും കുരിശു മുത്തപ്പ പൊന്മലയിറക്കം. ഈ കൊടും കാടിനുള്ളിലും നിശബ്ദതയിലെയും പ്രാർത്ഥനകൾ മാത്രമാണ് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും. വളരെ സൂക്ഷിച്ച് പ്രാർത്ഥനയോടെ താഴെ എത്തിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വലുതായിരുന്നു എൻ്റെ സന്തോഷം. എൻ്റെ ഏറെ നാളത്തെ ഒരാഗ്രഹ സഫലീകരണമായിരുന്നു കേട്ടോ മലയാറ്റൂർ മല കയറുക എന്നുള്ളത്. മുത്തപ്പൻ്റെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ പൊന്മല കയറി ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ സാധിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സ് നിറയുവാണ്. കാരണം ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പം എന്നെപ്പോലെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നവരെ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ശരിക്കും ഒരുപാട് നമ്മൾ മടുത്തു എന്ന് വിചാരിച്ച് ഒരു പരിധിയിലെത്തുമ്പോഴായിരിക്കും നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് കയറി പോകുന്നത് കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ഊർജ്ജം നിറയുന്നുള്ളതാണ് സത്യം. ഇപ്പം രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞു. ഇപ്പോഴും ഒരുപാട് ഭക്തജനങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. രാത്രിയിലും മലയാറ്റൂർ മല കയറി അതിൻ്റെ ആ ഭക്തിയിൽ നേരെ പോകാനായിട്ട് ഒരുപാട് പേര് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നാലും എനിക്കൊരു കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.